wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ന് 1000 കൂട്ടം കറിയാണ് വെക്കുന്നത്. നമ്മളെ തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിന് വേണ്ട സാധനങ്ങളാണ്. ഒന്ന് ശർക്കര വേണം, ഒരുണ്ട ശർക്കര. അതൊരു കാക്കിലൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി മതി. പിന്നെ ഒരു 2-3 ഇഞ്ചി കഷ്ണം വേണം. പിന്നെ നമുക്കത് ഒന്ന് കത്തി തേക്കണം. അതിന് സിറാമിക് കപ്പ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെ സോസർ ഉണ്ടെങ്കിലോ അതിൻ്റെ അരികെ വെച്ച് വേണം കത്തി ഒന്ന് തേച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഇഞ്ചി നന്നാക്കുന്നത് ഒരു സ്പൂണും ഉണ്ടാകും കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ സൈഡ് വശമൊക്കെ ഉള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഇഞ്ചി ഒന്ന് നന്നാക്കി എടുക്കുവാണ്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് കിട്ടും. ആ സൈഡിലിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ആ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് ചിരണ്ടി എടുത്താൽ മതി. ഇതൊരു ടിപ്പാണ്, ഇഞ്ചി നന്നാക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു ടിപ്പും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. നമ്മുടെ ഓരോ വീഡിയോയിലും നമുക്ക് ഓരോ ടിപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാം. കണ്ടോ, വെള്ളത്തിനകത്തിട്ട് ഞാനത് കഴുകിയെടുത്തു. ഇനി ഇഞ്ചി ഒന്ന് പൊടിയായിട്ട് അരിയുന്ന ടിപ്പാണ് ഈ കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. പെട്ടെന്ന് പൊടിയെ കൊത്തി അരിഞ്ഞ് അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ വിഷമിച്ച് കിടന്നുകൊണ്ട് ചെയ്യണ്ട. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തേച്ച് നമ്മൾ കത്തി ഒന്ന് പിടിക്കുന്ന സ്റ്റൈൽ കണ്ടല്ലോ, ഇങ്ങനെ നെടുകെ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് അത് തീരത്തെ പൊടിയായിട്ട് മാറും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞ് എടുക്കാൻ സാധിക്കും. അങ്ങനെ അരിഞ്ഞെടുത്താണ് ഇത് ഇഞ്ചി. 2-3 ഇഞ്ചിയുണ്ട്. പിന്നെ ഒരുണ്ട പുളി, ഒരു ചെറിയ പുളി. ഇത് ഞങ്ങളുടെ സ്വന്തം പുളിയാകട്ടോ, നമ്മൾ തന്നെ തയ്യാറാക്കിയെടുത്ത പുളി. എനിക്ക് 2 പുളിമരം ഉണ്ട്. പിന്നെ അത് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ എടുത്തിരിക്കുന്ന പേസ്റ്റാണ് കാണിച്ചത്. ഇനി ശർക്കര ഞാനൊന്ന് ഉരുക്കി എടുത്തുകൊണ്ട് വരാം. അതൊരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉരുക്കി എടുത്ത് അരിച്ച് കൊണ്ടുവന്നേക്കുവാണ്. പിന്നെ ഇനി കുറച്ച് കറിവേപ്പില വേണം നമുക്ക്. അപ്പോൾ ഇത് എണ്ണ ചൂടായി, കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചില്ലേ ട്രിക്ക് മുഖാന്തരം, ആ ഒരു ഇഞ്ചി തേയിട്ട് എണ്ണയ്ക്കകത്തിട്ട് ആ കറിവേപ്പിലയുടെ കൂട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ ഇഞ്ചി മൂത്ത് വരുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് എന്ന് കണ്ടു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കണം. എന്നിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ, അല്ലേ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞ് അതേ പാൻ കഴുകാനൊന്നും പോകണ്ട, അതിനകത്ത് തന്നെ നമുക്ക് ശർക്കര വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പുളിയുടെ പേസ്റ്റ്, ആ പേസ്റ്റും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉണ്ടല്ലോ, ശർക്കര പാനിയും പുളിയും കൂടെ അങ്ങോട്ട് ഇളകി യോജിച്ച് വരും. എന്നിട്ട് ശകലം ഉപ്പ് നമ്മൾ പുളിക്കകത്തിട്ടിട്ടുണ്ട്, നോക്കി വേണം ഉപ്പിടാൻ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം മുളക് പൊടിയൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ പൊടി മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കുക. ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ശകലം പോലും തരിയില്ലാത്ത പൊടിയാണ്. അതൊന്നിട്ട് നന്നായിട്ട് ഈ ശർക്കരയും പുളിയും എല്ലാം കൂടി പറയുമ്പോൾ തന്നെ വായിക്കകത്ത് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒന്നിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പം നമ്മുടെ നല്ല കുറുകിയ ഒരു തൊടുകറിയാണ്, അതായത് പുളിയിഞ്ചി എന്ന് പറയും. ഇതാണ് സംഭവം. കണ്ടല്ലോ ഇരിക്കുന്ന നമ്മൾ ശർക്കര ഇത് പാനി കാച്ചി എടുക്കുന്ന പോലെ ഒരു നിറം. ഈ നമ്മൾ അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് അതാണ് നിങ്ങൾ ഈ ബെൽ ടൂൺ കേട്ടത്. അതങ്ങനെ ഇരിക്കട്ടെ. ഇത് ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. ഞാനതൊരു കണ്ടെയ്നറിനകത്തിട്ട് മാറ്റി ഒന്ന് അടച്ച് വെക്കുവാണ്. ഇത് എത്ര ദിവസം വേണേലും ഇരിക്കും, പക്ഷേ എൻ്റെ വീട്ടിൽ 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല. പിള്ളേരെല്ലാം കഴിച്ച് കാലിയാക്കും. 1000 കൂട്ടം കറിയെന്ന് ഞാൻ പറഞ്ഞത്, മുത്തശ്ശിമാർ പറയുന്നത് ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ 1000 കൂട്ടം കറിക്ക് സമമാണെന്ന്. ആ ഒരു പഴഞ്ചൊല്ല് ഞാനങ്ങ് പറഞ്ഞാണ് കേട്ടോ. അപ്പം നമ്മുടെ പുളിയിഞ്ചിക്ക് നല്ലൊരു പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ട്. ഓണത്തിന് മുമ്പേ നിങ്ങൾക്ക് ഞാനിത് തയ്യാറാക്കി തന്നു. എല്ലാവരുടെ ഇലയിൽ എൻ്റെ പുളിയിഞ്ചി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.